മോശ ദൈവത്തോട് പറഞ്ഞു, ഫറവോയുടെ അടുക്കൽ പോകാനും ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുവരാനും ഞാൻ ആരാണ്? മക്കളെ, ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോ ഇവിടെ ഇരിക്കുമ്പോഴും ഓൺലൈനിലിരുന്നും നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദഹിക്കുന്നില്ലാത്ത, നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ പറ്റാത്ത ഒരു വലിയ പ്രശ്നത്തിന്റെ മുമ്പിൽ, ഒരു ഉത്തരവാദിത്തത്തിന്റെ മുമ്പിൽ നിന്ന് കർത്താവ് എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ ആരാണ്, എന്നെ കൊണ്ട് പറ്റുന്നില്ല, ഞാൻ പോവാണെന്നൊക്കെ പറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഇപ്പോ സ്വർഗത്തിന്റെ ഈ ദൂത് കേട്ടോണം. കർത്താവ് മറുപടി കൊടുക്കുന്നത് ഇങ്ങനെയാണ്. 12-ാമത്തെ വാക്യം, അവിടുന്ന് അരുളി ചെയ്തു, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേട്ടോണം. ഉള്ള ചോദ്യത്തിന്, മര്യാദക്കുള്ള ചോദ്യത്തിനുള്ള ഉത്തരവൊന്നും അല്ല കർത്താവ് കൊടുക്കുന്നത്. മോശ ചോദിച്ച് ഞാൻ ആരാണ്? കർത്താവ് പറഞ്ഞു, പറയേണ്ടത് ഇതാണ്, മോശേ, നീ അവിടെ ജനിച്ച ഈ കുടുംബത്തിൽ, ഇവിടെ മാമോദിസ മുങ്ങിയ ഇവിടുത്തെ ആ ചെറുക്കനല്ലേ, നീ പേടിക്കണ്ട, നിന്റെ കൂടെ ഞാനുണ്ട്. അതൊന്നും അല്ല. കർത്താവ് അഡ്രസ് ഒന്നും പറഞ്ഞില്ല, ഒരഡ്രസ്സും പറഞ്ഞില്ല. കർത്താവ് ഒറ്റ ഐഡന്റിറ്റി കൊടുത്തു. നോ അഡ്രസ്, വൺ ഐഡന്റിറ്റി. ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. നീ ആരാന്നുള്ളതൊന്നും ഇവിടുത്തെ വിഷയമല്ല. വിശുദ്ധ കുർബാന ശ്രദ്ധിച്ച് മനസ്സിലാക്ക്. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരാൾ, ആ ആളുടെ ഐഡന്റിറ്റി ഇതാണ്, ദൈവം കൂടെയുള്ളവനാണ് ആ വ്യക്തി. നല്ല രീതിയിൽ മനസ്സിലാക്ക്. മോശ ചോദിച്ചു, ഞാൻ ആരാണ്? നീ ദൈവം കൂടെയുള്ളവനാണ്. പിടികിട്ടുന്നുണ്ടോ? ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. ദഹിച്ച് കിട്ടാൻ വേണ്ടി പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിച്ചോണം. നീ ആരാണ്? പാരമ്പര്യങ്ങളില്ല, സ്വത്തുവകകളില്ല, സഹായിക്കാൻ ബന്ധുമിത്രാദികളില്ല, അഭിമാനിക്കാൻ ഒന്നുമില്ല, കയ്യിലൊന്നുമില്ല. കർത്താവ്, ഞാൻ ആരാണ്? ആ വിധിയു, നിന്റെ അഡ്രസ്, നിന്റെ ഐഡന്റിറ്റി, കർത്താവ് കൂടെയുള്ളവൻ, കർത്താവ് കൂടെയുള്ളവൾ. പറഞ്ഞേ ഹല്ലേലൂയ.